ഞാനിവിടെ തയ്യാറാക്കുന്നത് പൊട്ടറ്റോ ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പൊട്ടറ്റോ ഫ്രൈ തയ്യാറാക്കാനായിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ തന്നെ ഇല്ല അത്രയും ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് ഒരു 3 ഇടത്തരം പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. അതുകൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെച്ച് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 3 മിനിറ്റ് മൂടി വെക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. മൂടി വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 മിനിറ്റ് മതി. അപ്പോഴത്തേക്കിനും വെന്ത് വരും. ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് നേരം ഞാൻ ആകെ മൂടി വെച്ചത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല. നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കണം. മുളക് പൊടി നമ്മൾക്ക് എരിവുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. എൻ്റെ എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ടും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. അങ്ങനെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം.